ബിഗ് ബോസ് മലയാളം സീസൺ 7 നിന്ന് നെവിൻ ഇറങ്ങിപ്പോയി. അനുവും ജിസേലും ഫിസിക്കൽ അസാൾട്ടി നടത്തിയെന്നാണ് വാദം. അതിന് ബിഗ് ബോസ് തീരുമാനം ലാലേട്ടൻ്റെ എപ്പിസോഡിൽ എടുക്കുമെന്ന് പറഞ്ഞിട്ടുമുണ്ട്. ശരിക്കും പറഞ്ഞാൽ അവിടെ നടന്നത് ഫിസിക്കൽ അസാൾട്ടാണോ? നെവിൻ എന്തിനാണ് ഇറങ്ങിപ്പോയത്? ജിസലും അനുവും തമ്മിലുള്ള വിഷയത്തിൽ നെവിൻ എന്താണ് പ്രശ്നം? ഒരാവശ്യവുമില്ലാതെ അനുവിനോടുള്ള ഈഗോയുടെ പേരിൽ അല്ലെങ്കിൽ വ്യക്തിവൈരാഗ്യത്തിൻ്റെ പേരിൽ ജിസലിന് വേണ്ടി നെവിൻ ബലിയാടായി. നെവിൻ ചെന്ന് ബിഗ് ബോസിനോട് ക്യാമറയെ നോക്കി വെല്ലുവിളിക്കുകയാണ് ബിഗ് ബോസിനെ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ശരിക്കും പറഞ്ഞാൽ നെവിൻ്റെ അഹങ്കാരവും മണ്ടത്തരവും എല്ലാം കൂടെ ചേർന്നാണ് ഇന്ന് നെവിൻ ആ വീട്ടിൽ നിന്ന് ഔട്ടായത്. ശരിക്കും ഒരു എൻ്റർടൈനർ ആയിരുന്നു. പക്ഷേ ഈ ഒരു കുറച്ച് ദിവസങ്ങളായിട്ട് ഭയങ്കരമായിട്ടുള്ള വ്യക്തിവൈരാഗ്യം വെച്ചിട്ടാണ് കുറേ ദിവസമായിട്ട് ഇങ്ങനെ പറയുകയാണ്, അനുവിനെ എവിക്റ്റ് ചെയ്ത് ഞാൻ അനുവിനെ പുറത്താക്കും, അനുവിനെ ഒന്നില്ലെങ്കിൽ നീ അല്ലെങ്കിൽ ഞാൻ എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിയായിരുന്നു. ഇന്ന് ബിഗ് ബോസിൻ്റെ ക്യാമറയിൽ പോയിട്ട് ഒരു വട്ടം രണ്ട് വട്ടം അല്ല, പല വട്ടമാണ് നെവിൻ ബിഗ് ബോസിനോട് ആവശ്യപ്പെടുന്നത്. ആ രീതിയിൽ ശരിക്കും പറഞ്ഞാൽ അനുവും ജിസലും തമ്മിലുള്ള വിഷയം എന്താണ്? അനു ശരിക്കും അനുവാദമില്ലാതെയാണ് ജിസലിൻ്റെ ദേഹത്ത് തൊട്ടിരിക്കുന്നത്. അതിന് ഞാൻ സപ്പോർട്ട് ചെയ്യില്ല, അത് തെറ്റ് തന്നെയാണ്. പക്ഷേ അത് ഫിസിക്കൽ അസാൾട്ട് എന്ന് പറയാൻ മാത്രം ഫിസിക്കൽ അസാൾട്ടല്ല. രണ്ടാമത് ജിസല് അനു ദേഹത്ത് തൊട്ടതിൻ്റെ ദേഷ്യത്തിൽ ഇറിറ്റേഷനിലാണ് പിടിച്ചു തള്ളിയിരിക്കുന്നത്. അത് ഫിസിക്കൽ അസാൾട്ടാണോ? അതും ഫിസിക്കൽ അസാൾട്ടല്ല. ഞാൻ അനുവിൻ്റെ ഭാഗത്തും ജിസലിൻ്റെ ഭാഗത്തും തെറ്റുണ്ട്, രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ട്. പക്ഷേ രണ്ടുപേരും ചെയ്ത് ഫിസിക്കൽ അസാൾട്ട് എന്ന് ഞാൻ പറയില്ല. കാരണം ജിസേൽ ചെയ്തത് റിഫ്ലെക്സ് ആക്ഷനാണ്. അനു ചെയ്തത് അനു ഒന്ന് ജസ്റ്റ് ടച്ച് ചെയ്യുകയാണ് ചെയ്തത്. അതിനെ അസാൾട്ട് എന്ന് പറയാൻ വേണ്ടി പറ്റത്തുമില്ല. അപ്പോൾ പക്ഷേ അതൊരു ബിഗ് ബോസിന് പണിഷ്മെൻറ്റ് അർഹിക്കുന്ന തെറ്റാണ്. ബിഗ് ബോസിൻ്റെ തീരുമാനം അനുസരിച്ച് ബിഗ് ബോസിന് തീരുമാനിക്കും. പക്ഷേ ഫിസിക്കൽ അസാൾട്ട് എന്ന് പറഞ്ഞ് പുറത്താക്കാൻ വേണ്ടിയുള്ള തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ കാര്യം പറയുമ്പോഴാണ് നമ്മൾ സീസൺ 4 കുറിച്ച് ആലോചിച്ച് പോകുന്നത്. സീസൺ 4 ഡോക്ടർ റോബിൻ റിയാസ് തമ്മിലുള്ള ഇഷ്യൂ. ഡോക്ടർ റോബിനെ പുറത്താക്കാൻ 5 ദിവസം സീക്രട്ട് റൂമിൽ അടച്ച് പുറത്താക്കിയ സംഭവം. ആ സംഭവം ഒന്ന് ആലോചിച്ച് നോക്കി. റിയാസ് ടാസ്കിനിടയിലാണ്, അതായത് വെറുതെ ക്യാഷ്വൽ ടോക്കിനിടയിലോ ക്യാഷ്വൽ വീട്ടിലുള്ള സംഭവങ്ങൾക്കിടയിലോ അല്ല, ടാസ്കിൻ്റെ ഇടയിൽ പിടിച്ചു തള്ളലും അടിയെല്ലാം ഇപ്പം നമ്മൾ കുറേ സീസണുകളായിട്ട് 3 സീസണുകളായിട്ട് അത് മാത്രമേ കാണാനുള്ളൂ. പക്ഷെ അന്ന് നടന്നത് ടാസ്കിനിടയിൽ ഒരു കാര്യത്തിൻ്റെ പുറകെ പിന്നോടിയായിട്ട് ഡോക്ടർ ബാത്റൂമിൽ കയറിയപ്പോൾ ഡോക്ടറെ ഇറക്കാൻ വേണ്ടി ജാസ്മിൻ, റോൺസൺ ആ ഗാങ് എന്താണ് ചെയ്ത് ഹിറ്റടിച്ച്, അല്ലെങ്കിൽ ഹിറ്റ് പിന്നെ അത് റൂം ഫ്രഷ്നറാക്കി, എന്താണെങ്കിലും അതടിച്ച് അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. അത് ടാസ്കിൽ ബാത്റൂമിൽ കയറരുതെന്ന് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഹിറ്റടിക്കാൻ പറഞ്ഞിട്ടില്ല. അവിടെ ജാസ്മിൻ വലിയൊരു തെറ്റ് ചെയ്തു. അതെ, ഓക്കെ, ആ സഫോക്കേഷനിൽ ഇറങ്ങി വന്ന ആളുടെ ദേഹത്ത് അങ്ങോട്ട് കയറി പിടിക്കുകയാണ് ചെയ്തത്. അങ്ങോട്ട് കയറി പിടിച്ചതും റിയാസ് ഫിസിക്കൽ അസാൾട്ട് ചെയ്യാൻ പിടിച്ചതെന്ന് ഞാൻ പറയില്ല. പക്ഷേ റിയാസ് കയറി പിടിക്കുകയാണ്. അപ്പോൾ തൻ്റെ ദേഹത്തേക്ക് ഒന്നാമതേ ഓൾറെഡി ഇറിറ്റേഷനിൽ നിൽക്കുന്ന ഒരാൾ തൻ്റെ ദേഹത്തേക്ക് ഒരാൾ കയറി പിടിക്കുമ്പം സ്വാഭാവികമായിട്ടും പിടിച്ച് തള്ളില്ലേ? അതായത് റിഫ്ലെക്സ് ആക്ഷൻ ഉറപ്പായിട്ടും ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു അത്. എന്നിട്ട് പോലും ആ സമയത്ത് റിയാസ് ഡോക്ടർ ഫിസിക്കൽ അസാൾട്ട് ചെയ്തു എന്ന് ശക്തമായി ബിഗ് ബോസിൻ്റെ ഇടയിൽ പരാതി പോയി. ബിഗ് ബോസ് പറഞ്ഞതോ ചരിത്രത്തിൽ ആദ്യമായി BB ഹൗസിൽ നടക്കുന്ന ഫിസിക്കൽ അസാൾട്ട് എന്നും പറഞ്ഞ് ഡോക്ടർ റോബിനെ നിഷ്കരണം പുറത്ത്. അന്ന് ഡോക്ടർ റോബിനെ സീക്രട്ട് റൂമിൽ 5 ദിവസം സീക്രട്ട് റൂമിൽ അടച്ചിട്ട് അതും ആ ശിക്ഷയും കുറഞ്ഞു പോയതുകൊണ്ട് പുറത്താക്കി. സത്യം പറഞ്ഞാൽ ആ കാര്യത്തിലും ഞാൻ പറയട്ടെ, അവിടെ ഡോക്ടർ റോബിൻ ചെയ്തത് ഫിസിക്കൽ അസാൾട്ടാണ്. അല്ലെങ്കിൽ അവിടെ എങ്ങനെയാണ് ഒരാൾ മാത്രം തെറ്റുകാരാകുന്നത്? അന്ന് അവിടെ സംഭവിച്ചത് ഒരാളെ മാത്രം കുറ്റക്കാരനാക്കിയിട്ട് ബാക്കി എല്ലാവരെയും സംരക്ഷിക്കുകയാണ് ചെയ്തത്. പക്ഷെ അതുപോലൊരു സംഭവം ഞാനിവിടെ പറയില്ല. അന്ന് ഡോക്ടർ റോബിനോട് ചെയ്തത് അനീതി തന്നെയായിരുന്നു. അത് ഫിസിക്കൽ അസാൾട്ട് എന്ന് പറയാൻ പറ്റില്ല, റിഫ്ലെക്സ് ആക്ഷൻ തന്നെയായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ഇവിടെയും പറയുന്നു, ഇവിടെ ജിസലിനെ ഈ കാര്യം ജിസലിൻ്റെ റൂൾ ബ്രേക്കിങ് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇഷ്ടപ്പെടാത്ത. സത്യം പറഞ്ഞാൽ ജിസൽ അവിടെ ഒരുപാട് ഗെയിം കളിക്കുന്നുണ്ട്, അതൊന്നും ഇഷ്ടപ്പെടുന്നുമില്ല കാര്യങ്ങൾ. പക്ഷേ ഈ അനുവിനെ പിടിച്ച് തള്ളിയത് ഫിസിക്കൽ അസാൾട്ടാണ്. അതുകൊണ്ട് ജിസലിനെ പുറത്താക്കാൻ ഞാൻ ഉറപ്പായിട്ടും പറയില്ല. അങ്ങനെയാണെങ്കിൽ അത് ഡോക്ടറോട് ചെയ്ത അനീതി പോലെ ഒരു അനീതിയായി മാറിയുള്ളൂ. പക്ഷേ അനു ചെയ്തതും ഫിസിക്കൽ അസാൾട്ടല്ല. അതിന് അനുവിനെ പുറത്താക്കണം എന്ന് ആവശ്യപ്പെടുകയാണെങ്കിൽ, അനുവിനെ പുറത്താക്കുകയാണെങ്കിൽ ജിസലിനെ പുറത്താക്കണം എന്ന് പറയും. പുറത്താക്കേണ്ടി വരും. എന്തൊക്കെ സംഭവങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ വിരോധാഭാസം എന്ന് പറയുന്നത്. അന്ന് തള്ളിയ ആൾക്കെതിരെയായിരുന്നു എല്ലാവരും.
ഹൗസ് മേറ്റ്സ് മൊത്തം എല്ലാവരും കൂടെ തല്ലി എന്ന് പറഞ്ഞിട്ട് എല്ലാവരും റിയാസിനെ സപ്പോർട്ട് ചെയ്ത് പറയുകയാണ്. അന്ന് ആ ടൈമിൽ എല്ലാവരും ഹൗസ് മേറ്റ്സ് മൊത്തം എതിരായിരുന്നു. പക്ഷേ ഇവിടെ ഇപ്പം തള്ളിയ ആൾക്ക് സപ്പോർട്ടായിട്ടാണ് എല്ലാവരും നിൽക്കുന്നത്. എല്ലാവരും ഹൗസ് മേറ്റ്സ് മൊത്തം പറയുന്നത് റിഫ്ലെക്സ് ആക്ഷനാണെന്ന്. പക്ഷേ അവർ പറയുന്നത് കറക്റ്റാണ്. പക്ഷേ ഇവിടെയും അനുവിനോടുള്ള ദേഷ്യത്തിലാണ് പറയണത്. ഇത് റിഫ്ലെക്സ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ജിസേലിനെ സപ്പോർട്ട് ചെയ്യുന്ന സംരക്ഷിക്കുന്ന ഹൗസ് മേറ്റ്സ് അനുവിനെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അവിടെ അത് നീതിയല്ല. അതായത് അനീതി ഉണ്ടാവരുത്, ഒരേപോലെ ആയിരിക്കണ്ടേ. രണ്ടുപേരും ചെയ്തത് തെറ്റ് തന്നെയാണ്. അപ്പോൾ ഒരാളോട് നീതി ഒരാളോട് അനീതിയും കാണിക്കേണ്ട ആവശ്യമില്ല. നെവിൻ്റെ ഇറങ്ങിപ്പോക്ക് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ചിരിയാണ് വരുന്നത്. സീസൺ 4 ജാസ്മിൻ മൂസ വാക്കൗട്ട് നടത്തി. എന്തിനു വേണ്ടിയായിരുന്നു? പുറത്ത് ജാസ്മിൻ്റെ കുറച്ച് ആളുകൾ അത് ഭയങ്കര ഹീറോയിസമായിട്ടൊക്കെ BGM ഇട്ടൊക്കെ ആഘോഷിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അത് ഹീറോയിസ് ആയിരുന്നോ? ജാസ്മിൻ മൂസ എന്ന് പറയുന്നത് നല്ലൊരു കാൻഡിഡേറ്റ് ആയിരുന്നു. നന്നായിട്ട് ഗെയിം കളിച്ച് മുന്നേറേണ്ട ആൾ സ്വന്തം ഗെയിം മറ്റൊരാളോടുള്ള വ്യക്തിവൈരാഗ്യത്തിൻ്റെ പേര് തൊലയ്ക്കുകയല്ല അവിടെ ചെയ്തത്. അവിടെ ഡോക്ടറെ സീക്രട്ട് റൂമിലിട്ട് ഡോക്ടറെ തള്ളിയതേ ഉള്ളൂ എന്നുള്ള വ്യക്തമായി മനസ്സിലാക്കിയ ബിഗ് ബോസ് ഡോക്ടറെ തിരിച്ചു കൊണ്ടുവരാൻ എന്നുള്ളൊരു തോന്നൽ വന്നപ്പം അതിന് തടയിടാൻ വേണ്ടി അവൻ ഇനി വന്ന് കളിക്കരുത്, അവൻ അതിനു വേണ്ടി സ്വന്തം ഗെയിം കൂടെ തൊലച്ചിരിക്കുന്നു, വാക്കൗട്ട് നടത്തിയിരിക്കുന്നു. അതുപോലെ തന്നെയുള്ളൊരു പ്രവൃത്തിയാണ് ഇതിപ്പോൾ ജിസലിന് വേണ്ടി. ജിസലും അനുമോനും തമ്മിലുള്ള വിഷയത്തിൽ സ്വന്തം, അതായത് ബിഗ് ബോസ് എന്നുള്ള നല്ലൊരു സ്വപ്നം കണ്ടുവന്നൊരു ഒരാൾ ആർക്ക് വേണ്ടിയാണ് സ്വന്തം ഗെയിം ഇവിടെ തുളച്ചിരിക്കുന്നത്? എന്തായാലും ചരിത്രങ്ങൾ ആവർത്തിക്കുന്നത് പോലെ തോന്നുന്നു. പക്ഷെ ഒരിക്കലും ഡോക്ടർ റോബിൻ നേരിട്ട പോലെ ഒരു അനീതി ഇവിടെ ജിസലോ അനുവോ നേരിടണമെന്ന് ഞാൻ പറയില്ല. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ സീസണുകളിലൊക്കെ എന്തെല്ലാം സീസൺ 4 ശേഷം ബിഗ് ബോസിൻ്റെ റൂൾ ബുക്ക് മാറ്റി എഴുതിയതായിട്ടാണ് എനിക്ക് അറിവ്. അതുകൊണ്ട് തന്നെ എന്തായാലും ജിസലിനെയോ അനുവിനെയോ പുറത്താക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇവിടെ നെവിൻ പുറത്ത് പോയത് കൊണ്ട് എന്താണ് തീരുമാനം എന്ന് അറിയത്തില്ല. പക്ഷേ സീസൺ 5 സീസൺ 6 ഈ ടാസ്കിനിടയിൽ എന്തെല്ലാം തല്ലും ഇടിയും, പിന്നെ അല്ലാതെയും ഒരം കൊണ്ട് തള്ളുന്നു കുത്തും, എന്തെല്ലാം കാര്യങ്ങൾ നടന്നു അതെല്ലാം കോംപ്രമൈസ് ആക്കി വിടുകയും അതൊന്നും ഫിസിക്കൽ അസാൾട്ടിൻ്റെ ഗണത്തിലേക്ക് എത്തുകയും ചെയ്തില്ല. റോക്കിയുടെ പിന്നെ ഒരു തരത്തിലും അത് ആൾക്ക് പരിക്കും കൂടെ പറ്റി. റോക്കി ചെയ്തതെന്ന് പറഞ്ഞാൽ അത് റിഫ്ലെക്സ് ആക്ഷൻ ആണെന്നൊക്കെ ബാധിക്കുമെങ്കിലും അത് ആദ്യമേ പറയുകയാണ് ചെയ്തത്, നീ എന്നെ ഒന്ന് തൊട് അപ്പം ഞാൻ അടിക്കാം. അപ്പോൾ ആൾ ആദ്യം പ്രിപ്പയർഡ് ആയിരുന്നു അടിക്കാൻ. അത് പെട്ടെന്നുള്ളൊരു സംഭവത്തിൻ്റെ പേര് തുടർച്ചയായിട്ട് വന്ന കാര്യമല്ല. അവിടെ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൊവോക്ക് ചെയ്ത് അപ്പം നീ ഒന്ന് തൊട്ട് തൊടുന്നത് കൊണ്ട് പെട്ടെന്ന് ഒരാൾക്കൊരു ഇറിറ്റേഷൻ, അത്രയും വലിയ ശക്തമായി എടി കൊടുക്കാൻ മാത്രം ഇറിറ്റേഷൻ ഉണ്ടാകേണ്ട ആവശ്യമില്ല. അപ്പം തൊട്ടാൽ ഞാൻ അടിക്കുമെന്ന് പറഞ്ഞു, അടിച്ചു. അങ്ങനെ പറഞ്ഞിട്ട് അടിക്കുകയും ചെയ്തു. അത് റിഫ്ലെക്സ് ആണെന്ന് പറയാൻ പറ്റത്തില്ല, കാരണം അത് കാരണം ആൾക്ക് പരിക്കും പറ്റി. പുറത്താക്കലിന് ന്യായമുണ്ട്. പക്ഷെ അല്ലാതെയുള്ള ഇപ്പോൾ ഡോക്ടർ റോബിനോട് ചെയ്ത അനീതി വീണ്ടും ആവർത്തിക്കാതിരിക്കട്ടെ, അത്രേ എനിക്ക് പറയാനുള്ളൂ. കുറേ പേര് പറയുന്നുണ്ട് അന്ന് ഡോക്ടർ റോബിനെ സപ്പോർട്ട് ചെയ്ത ആൾക്കാർ ഇന്ന് ജിസലിനെ എതിർക്കുന്നു എന്നൊക്കെ. അല്ലെങ്കിൽ കുറേ പേര് പറയുന്നു അന്ന് ഡോക്ടർ റോബിൻ തള്ളിയത് തെറ്റാണെന്ന് പറഞ്ഞ് ഇപ്പം കുറേ പേര് ഡോക്ടർ റോബിൻ ജിസൽ ചെയ്തത് തെറ്റല്ല എന്ന് പറയുന്നു. അന്ന് ഡോക്ടർ റോബിൻ തള്ളിയത് തെറ്റല്ല എന്ന് പറഞ്ഞ കുറേ പേര് ഇന്ന് ജിസൽ ചെയ്തത് തെറ്റാണെന്ന് പറയുന്നു. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. സത്യം പറഞ്ഞാൽ ഡോക്ടർ റോബിൻ അന്ന് ചെയ്തത് റിഫ്ലെക്സ് ആക്ഷനാണ്, അതും ടാസ്കിനിടയിൽ. അത് ചരിത്രത്തിൽ ആദ്യമായി ബിഗ് ബോസ് ഹൗസിൽ നടന്ന അനീതി എന്ന് വേണം പറയാൻ അതിന്. അതുപോലെ തന്നെയാണ് ഈ കാര്യത്തിൽ ഇവർ രണ്ടുപേരെയും പുറത്താക്കേണ്ട ഒരു ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഈ കാര്യത്തിൽ രണ്ടുപേരെയും പുറത്താക്കണമെന്ന് പറയില്ല. പക്ഷേ രണ്ടുപേരും തെറ്റ് ചെയ്തിട്ടുണ്ട്, അതിന് വേണ്ട പണിഷ്മെൻറ്റ് കൊടുക്കണം. അതാണ് എൻ്റെ അഭിപ്രായം ഈ കാര്യത്തിൽ. പിന്നെ നെവിൻ പോയത് ആദില നൂറ ഇന്ന് സൂപ്പറായിരുന്നു. അവരുടെ പ്രൊവോക്കേഷനിൽ ശരിക്കും മണ്ടത്തരമാണ് നെവിൻ കാണിച്ചത്. എന്തിനാണ് നല്ലൊരു കുറച്ച് കാലം കൂടി മുമ്പോട്ട് പോകാനുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റി കളഞ്ഞു കുളിക്കുകയാണ് ചെയ്തത്. അത് നെവിൻ്റെ മാത്രം കുറ്റമാണ്. അതിൻ്റെ പേരിൽ കുറേ പേര് അനുമോളെ അവിടെ നിന്ന് അക്ബറും അങ്ങനെ കുറേ പേര് അനുമോളെ പ്രൊവോക്ക് ചെയ്യുന്നു, അത് എല്ലാം ചെയ്യുന്നു. എന്തിനാണ് ആ കാര്യത്തിൽ? അപ്പോൾ ആദിലെ നൂറ അനുവിനോട് പറയുന്നുണ്ട് ഞങ്ങൾ കാരണമാണ് പോയത്. അങ്ങനെ രണ്ട് ചേരിയായിട്ട്, അപ്പോൾ അനു, ആദില, നൂറ, രേണു അങ്ങനെയൊക്കെയുള്ളൊരു ചെറിയ ഗ്രൂപ്പും വലിയൊരു ഗ്രൂപ്പുമായിട്ട് ഇപ്പോൾ ഹൗസ് തിരിഞ്ഞിരിക്കുകയാണ്. ഷാനവാസ്, അനീഷ് ഒന്നിലുമില്ല. അനീഷ് ഈ പ്രശ്നത്തിൽ ഇടപെട്ടൊരു അഭിപ്രായം പറഞ്ഞിട്ടേ ഇല്ല. ഷാനവാസ്, രേണു, ചൈത്യ പോലുള്ളവർ അങ്ങും ഇങ്ങും തൊടാതെ ഉള്ള കാര്യങ്ങൾ ചെയ്യും. ഷാനവാസ് രണ്ട് ഗ്രൂപ്പിലും കാര്യങ്ങൾ സംസാരിക്കുകയും പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ അവിടെ കാര്യങ്ങൾ നടന്നു പോകുന്നത്. ഇനി ഇതിൻ്റെ എന്താണ് ബാക്കിയെന്ന് നമുക്ക് ലാലേട്ടൻ്റെ എപ്പിസോഡിൽ അറിയാം.
എനിക്ക് ഈ സംഭവങ്ങൾ കണ്ടപ്പോൾ ഇത്രയൊക്കെ ഈ കാര്യങ്ങൾ എൻ്റെ ഒരു അഭിപ്രായം പറയണം തോന്നി. അതുകൊണ്ടാണ് കേട്ടോ ഇത്രയൊക്കെ ഈ ഒരു വീഡിയോ ചെയ്തത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്